Hello guys, so welcome to Scientia, the Institute of Science, presenting before you +1 Zoology focus area. അതിന്റെ complete discussion ആണ് നമ്മൾ ഇനി നടത്താൻ പോകുന്നത്. ഈ +1 സുവോളജിയുടെ ഫോക്കസ് ഏരിയയിലുള്ള ഓരോ ചാപ്റ്റേഴ്സിന്റെയും ഡിഫറെന്റ് ആ ഫോക്കസ് ഏരിയയിലുള്ള ഓരോ സബ് ടോപ്പിക്സ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഡെഫിനറ്റ്ലി ഞാനിപ്പോൾ യൂട്യൂബ് ഒക്കെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഓരോ ന്യൂസ് ചാനലിന്റെ അടിയിലായാലും പിന്നെ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു കമന്റ് ആണ് ക്യാൻസൽ +1 എക്സാമിനേഷൻ എന്ന് പറയുന്നത്. ഡെഫിനറ്റ്ലി ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് ഈ പാൻഡമിക്കിന്റെ ഇടയിൽ നിങ്ങൾക്കൊരു എക്സാം വെക്കുമ്പോൾ എന്നുള്ളതൊക്കെ ഇറ്റ് ഈസ് ഇമാജിനബിൾ ആണ്. ബട്ട് ഡെഫിനറ്റ്ലി നിങ്ങൾ 10th കഴിഞ്ഞ് ഈ 11th ആയിട്ട് അഡാപ്റ്റ് ചെയ്ത് വരുമ്പോൾ അതേപോലെ തന്നെ 10th മലയാളം മീഡിയം പഠിച്ച കുട്ടികൾ NCERT ആയിട്ടൊക്കെ ഒന്ന് അഡാപ്റ്റ് ചെയ്ത് വരുമ്പോൾ ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടാവും. പ്രോപ്പർ ക്ലാസ്സസ് ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല. സോ നിങ്ങൾക്കുള്ള ഒരു ഹെൽപ്പ് ലൈൻ എന്ന രീതിയിലാണ് Scientia is introducing such a program to concentrate on the focus area points. Okay, നമ്മൾ ഈ zoology കഴിഞ്ഞു വെച്ചാൽ പിന്നെ we will be moving on to botany as well. Okay, so botanyയിലും നമ്മൾ ആ 11 ചാപ്റ്റേഴ്സും zoologyയിലെ 11 ചാപ്റ്റേഴ്സിലും ആ ഫോക്കസ് ഏരിയ പോയിന്റ്സ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ബയോളജി നിങ്ങളുടെ കയ്യിലിരിക്കും. I am assuring that to all my dear students. So properly and keenly ഈ പറയുന്ന ഓരോ ടോപ്പിക്സും അത്രയും വൃത്തിയായിട്ട് പഠിച്ച് നമുക്ക് പോവാം. And definitely I don't want to waste much of your time. Okay, so ഈ ഒരു സമയത്ത് എക്സാം ഒക്കെ പൊരിഞ്ഞ് എന്താ പറയുക പഠിത്തം നടക്കേണ്ട ഒരു സമയമായതുകൊണ്ട് I am not wasting your time. And now we are moving on to +1 zoology focus area. ഫിസിയോളജിയുടെ ആദ്യത്തെ ഒരു ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇറ്റ് ഇസ് നോട്ട് ഫസ്റ്റ് ചാപ്റ്റർ. ആക്ച്വലി ഫിസിയോളജി എന്ന് പറഞ്ഞു വെച്ചാൽ ഐ തിങ്ക് യു ആൾ നോ വാട്ട് ഇസ് ഫിസിയോളജി. ഫിസിയോളജി എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഇസ് സ്റ്റഡി ഓഫ് ബോഡി ഫങ്ഷൻസ്. ഡെഫിനറ്റ്ലി യു നോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബോഡി ഫങ്ഷൻസ് ആർ ഒക്കറിംഗ് ഇൻ അവർ ബോഡി, റൈറ്റ്? ലൈക്ക് റെസ്പിറേഷൻ, ഇറ്റ് ക്യാൻ ബി ഡൈജഷൻ, it can be circulation, excretion, reproduction. These are all physiological activities which are happening in our body, right? So അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻസ് ആണ് നമ്മൾ ആദ്യം നടത്താൻ പോകുന്നത്. ആക്ച്വലി 7 ചാപ്റ്റേഴ്സ് ആർ കമ്മിങ് അണ്ടർ ഹ്യൂമൻ ഫിസിയോളജി. അതിലെ ഒരു ചാപ്റ്റർ ആണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ദാറ്റ് ചാപ്റ്റർ ഇസ് ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ. ഓക്കെ, സോ ദ ചാപ്റ്റർ ഇസ് ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ. And you can clearly get from this term itself body fluids. Which are those body fluids? Definitely blood is a major body fluid, right? Pinna lymph varum, body fluid aayittu lymph varum. We are not discussing much about lymph in this chapter. We will be mainly concentrating on blood. Okay, and circulation, which is a major circulatory organ in our body, heart. Okay, so the chapter is actually dealing with heart and how those body fluids, that is the blood, ആ ബ്ലഡ് എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ ട്രാൻസ്പോർട്ടഡ് ആകുന്നത്, എങ്ങനെയാണ് ഈ സർക്കുലേഷൻ നടക്കുന്നത്, ആൻഡ് സം റിലേറ്റഡ് ഡിസോർഡേഴ്സ്, അത്രയും കാര്യങ്ങളെ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുള്ളൂ. ആൻഡ് ഈ സെഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ യുവർ ഫോക്കസ് ഏരിയ ആയിരിക്കും കേട്ടോ. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ടോപ്പിക്സ്. First, in your focus area, we are having blood groups. Okay, blood groups. എല്ലാവർക്കും അവരവരുടെ ബ്ലഡ് ഗ്രൂപ്പ് അറിയാമെന്ന് വിചാരിക്കുന്നു. എന്താണ് ഈ ബ്ലഡ് ഗ്രൂപ്പ്, എന്താണ് ആ ബ്ലഡ് ഗ്രൂപ്പിന്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ആൻഡ് സഡൻലി ഇഫ് സം ആക്സിഡന്റ് ഒക്കേഴ്സ് ആൻഡ് എ പേഷ്യന്റ് റിക്വയർസ് ബ്ലഡ്, അപ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആയി ആ പേഷ്യന്റിന് ബ്ലഡ് വേണമെങ്കിൽ എല്ലാവർക്കും ആ പേഷ്യന്റിന് ബ്ലഡ് കൊടുക്കാൻ പറ്റില്ല എന്നറിയാം. ദർ ആർ സർട്ടൻ ക്രൈറ്റീരിയ വിച്ച് ഹാസ് ടു ബി ഫോളോഡ് വൈൽ ഗിവിംഗ് ഓർ ഡൊണേറ്റിംഗ് ബ്ലഡ്, അല്ലേ? അപ്പോൾ അത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ബ്ലഡ് ഗ്രൂപ്പ്. എന്താണ് ഈ ബ്ലഡ് ഗ്രൂപ്പ്, വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ദിസ് ബ്ലഡ് ഗ്രൂപ്പ്, അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഡെഫിനറ്റ്ലി വെൻ വി ആർ ടോക്കിംഗ് അബൌട്ട് ബ്ലഡ് ഗ്രൂപ്പ്സ് മെയിൻ ആയിട്ട് വരുന്നത് RBC ആണ്. സോ ഈ RBC എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി യു നോ ദാറ്റ് ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് അവർ ബ്ലഡ്. ഓക്കെ, നമ്മുടെ ബ്ലഡ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് 2 പാർട്സ് ആണ് വരുന്നത്. ദാറ്റ് ഈസ് അവർ ബ്ലഡ് മെയിൻലി കൺസിസ്റ്റ് ഓഫ്, നമ്മുടെ ബ്ലഡ് എടുക്കുവാണെങ്കിൽ ഇറ്റ് മെയിൻലി കൺസിസ്റ്റ് ഓഫ് 2 തിങ്സ്. ദാറ്റ് ഈസ് പ്ലാസ്മ വരും ആൻഡ് ഫോംഡ് എലിമെന്റ്സ് വരും. ഓക്കെ, ഫോംഡ് എലിമെന്റ്സ് വരും. ആൻഡ് ഈ പ്ലാസ്മ എന്ന് പറയുന്നത് 55% ഓഫ് അവർ ബ്ലഡിൽ പ്ലാസ്മ ആയിരിക്കും ഉണ്ടാവുക. ഫോംഡ് എലിമെന്റ്സ് ആയിരിക്കും 45% ഫോംഡ് എലിമെന്റ്സ് ആയിരിക്കും.
ആൻഡ് ഈ ഫോംഡ് എലിമെന്റ്സിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ RBC, WBC ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ് വരുന്നത്. RBC, WBC ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ് വരുന്നത് ഈ ഫോംഡ് എലിമെന്റ്സിലാണ്. ഓക്കെ, RBC, WBC ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ് comes under this formed elements. And RBC, you know that the major cell forming the blood is RBC. And WBC, it contains hemoglobin also. WBC എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന ഫോറിൻ ആന്റിജൻസ് വരുവാണെങ്കിൽ അതിനെ എൻകൾഫ് ചെയ്യാൻ, when some infections comes അതിനെയൊക്കെ പ്രിവെന്റ് ചെയ്യാനും അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് WBC. Then platelets mainly help in coagulation of blood. അതായത് എന്തെങ്കിലും ഒരു മുറിവ് ഉണ്ടായി കഴിഞ്ഞു വെച്ചാൽ ആ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന സെൽസ് ആണ് പ്ലേറ്റ്ലെറ്റ്സ്. ആസ് ദീസ് ആർ ഓൾ വോമിറ്റഡ് ടോപ്പിക്സ് ഇൻ യുവർ സിലബസ്, അതൊന്നും നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. വി ആർ മെയിൻലി കോൺസെൻട്രേറ്റിംഗ് ഓൺ RBC. ഓക്കെ, ഇപ്പൊ ഈ RBC കാണുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് ഇസ് എ സെൽ, റൈറ്റ്? ഇതൊരു സെല്ലാണ്. ഓക്കെ, RBC എന്ന് പറയുന്നത് സെല്ലാണ്. ഈ സെല്ലിന്റെ മെംബ്രെയിന്റെ മുകളിൽ ഇറ്റ് ഇസ് ഹാവിംഗ് എ സെൽ മെംബ്രെയിൻ, റൈറ്റ്? ഈ സെൽ മെംബ്രെയിന്റെ മുകളിൽ there will be some antigens present. Okay, there will be some antigens presence. Antigen എന്ന് പറഞ്ഞാൽ എന്താ? പ്രോട്ടീൻ ആണ്. These are all proteins which are present on the membrane of RBC. If that antigen is A, okay, if the antigen present on this membrane is A, ആ blood group എന്ന് പറയുന്നത് A group ആയിരിക്കും, A blood group ആയിരിക്കും. And if the antigen present on the RBC membrane is B, that blood group will be B blood group. മനസ്സിലായോ? ഇനി ഇവിടെ എടുത്തു നോക്കാം. ഇറ്റ് ഈസ് കണ്ടെയ്നിങ് 2 ആന്റിജൻസ്. ഏതൊക്കെയാ? എയും ബിയും എന്ന് പറയുന്ന 2 ആന്റിജൻസും RBCയുടെ മെംബ്രെയിന്റെ മുകളിലുണ്ട്. സോ ദ ബ്ലഡ് ഗ്രൂപ്പ് ഇസ് AB. So the blood group is AB. And when we are considering this O blood group, it does not contain any antigen on the RBC membrane. RBCയുടെ മെംബ്രെയിന്റെ മുകളിൽ ഒരു ആന്റിജൻസും ഇല്ല. Therefore this group name is group O. Okay. സോ ഇത്രയേ ഉള്ളൂ. നമ്മൾ RBC മെംബ്രെയിന്റെ മുകളിൽ ആന്റിജൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ബേസിസിലാണ് വി ആർ ക്ലാസിഫൈങ് ദീസ് ബ്ലഡ് ഗ്രൂപ്പ്സ്. ഓക്കെ, ഞാൻ A ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ എൻ്റെ RBCയുടെ മുകളിൽ A എന്ന് പറയുന്ന ആന്റിജൻ ഉണ്ടാവും. B ആണെങ്കിൽ എൻ്റെ RBC മെംബ്രെയിന്റെ മുകളിൽ B എന്ന് പറയുന്ന ആന്റിജൻ ഉണ്ടാവും. ഓക്കെ, എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് AB ആണെങ്കിൽ A ആന്റിജനും ഉണ്ടാവും, B ആന്റിജനും ഉണ്ടാവും. ഇഫ് ദർ ഇസ് നോ ആന്റിജൻ ഓൺ ദ RBC മെംബ്രെയിൻ ഓഫ് മൈ blood, that means my blood group is O. That's all. That is a simple concept about what? Blood group. Okay. So idana ipo njan paranja karyangalokke. Okay. We don't need that much of information. So just I had included a slide. Ningu venengil screenshot eduthu vayikkam. That's all. Okay. I'm not going into details about this. So ABO blood grouping, A enda B endaannullokkeയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. Okay. സോ A ആന്റിജൻ ഉണ്ടെങ്കിൽ അത് A ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കും. B ആന്റിജൻ ഉണ്ടെങ്കിൽ B ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കും. എയും ബിയും ആന്റിജൻ ഉണ്ടെങ്കിൽ ദാറ്റ് ഇസ് AB ബ്ലഡ് ഗ്രൂപ്പ്. നോ ആന്റിജൻ മീൻസ് വാട്ട്? ഇറ്റ് ഈസ് O ബ്ലഡ് ഗ്രൂപ്പ്. ഇനി ഈ ആന്റിബോഡി എന്താണെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, വി ഹാഡ് ടോൾഡ് ദാറ്റ് അവർ ബ്ലഡ് കൺസിസ്റ്റ് ഓഫ് വാട്ട്? ഫോംഡ് എലിമെന്റ്സ് ആൻഡ് പ്ലാസ്മ, റൈറ്റ്? ഫോംഡ് എലിമെന്റ്സിൽ വരുന്നതാണ് RBCയുടെ പുറത്താണ് ആന്റിജൻസ് കാണാമെന്ന് പറഞ്ഞു. ആൻഡ് ഈ പ്ലാസ്മയിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആന്റിബോഡീസ് കാണാൻ പറ്റും. ഇഫ് മൈ ബ്ലഡ് ഗ്രൂപ്പ് ഇസ് A, എൻ്റെ പ്ലാസ്മയിൽ B എന്ന് പറയുന്ന ആന്റിജന് എഗൻസ്റ്റ് ആയിട്ടുള്ള ആന്റിബോഡീസ് വിൽ ബി പ്രസന്റ്. ദാറ്റ്സ് വൈ ഒരു പേഷ്യന്റ് വിത്ത് A ബ്ലഡ് ഗ്രൂപ്പിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു വെച്ചാൽ B ബ്ലഡ് ഗ്രൂപ്പുള്ള ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റാത്തത്? ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ട് പറ്റാത്തത്. ബിക്കോസ് ഈ ആന്റിബോഡി എന്താ ചെയ്യുക? യു നോ ദാറ്റ് WBC will be producing certain antibodies. അതുപോലെ തന്നെ ഈ പ്ലാസ്മയിൽ നാച്ചുറൽ ആയിട്ടുള്ള ഈ ആന്റിബോഡീസ് എന്ത് ചെയ്യും? ഈ പറയുന്ന ഫോറിൻ ആയിട്ട് വരുന്ന ആന്റിജൻസ്, അതായത് A ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള എനിക്ക് B ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ B ആന്റിജൻ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഫോറിൻ ആന്റിജൻ ആണ്. സോ ഈ ബിക്ക് എഗൻസ്റ്റ് ആയിട്ടുള്ള എൻ്റെ പ്ലാസ്മയിൽ കിടക്കുന്ന ആന്റിബോഡി എന്ത് ചെയ്യും? ഇതിനെയൊക്കെ എൻഗൾഫ് ചെയ്യും. That is, it will try to coagulate that blood, അല്ലെങ്കിൽ ആ RBCനെയൊക്കെ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കും. അതായത് ആ ഡോണറിൻ്റെ നിന്ന് എനിക്ക് കിട്ടിയ ഈ B ആന്റിജൻ ഉള്ള RBCനെയൊക്കെ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കും എൻ്റെ പ്ലാസ്മയിലുള്ള Bക്ക് എഗൻസ്റ്റ് ആയിട്ടുള്ള ആന്റിബോഡീസ്. സോ A ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ആളാണെങ്കിൽ B ആന്റിബോഡീസ് വിൽ ബി പ്രസന്റ്. ഓക്കെ, ഇഫ് മൈ ബ്ലഡ് ഗ്രൂപ്പ് ഇസ് B, എൻ്റെ സർഫസിൽ അതായത് എൻ്റെ പ്ലാസ്മയിൽ എന്തായിരിക്കും ഉണ്ടാവുക? A ആന്റിബോഡീസ് ആയിരിക്കും ഉണ്ടാവുക. ഇസ് ദാറ്റ് ക്ലിയർ?
if my blood group is B, എൻ്റെ പ്ലാസ്മയിൽ എക്ക് എഗൻസ്റ്റ് ആയിട്ടുള്ള ആന്റിബോഡീസ് ഉണ്ടാവും. ദാറ്റ് ഇസ് we will represent it as anti A. എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ബി ആണെങ്കിൽ എൻ്റെ എക്ക് എഗൻസ്റ്റ് ആയിട്ടുള്ള ആന്റിബോഡി ഉണ്ടാവും. we will represent it as anti A. എ ആണെങ്കിൽ ആന്റി ബി എന്ന് പറയുന്ന ആന്റിബോഡി എൻ്റെ ബ്ലഡിൽ കാണാൻ പറ്റും. ആൻഡ് ലുക്ക് അറ്റ് ദിസ്, മൈ ബ്ലഡ് ഗ്രൂപ്പ് ഇസ് എ ബി. എൻ്റെ ബ്ലഡിൽ എ ആന്റിജനും ഉണ്ട്, ബി ആന്റിജനും ഉണ്ട്. ദാറ്റ് ഇസ് എൻ്റെ ആർ ബി സി മെംബ്രെയിനിൽ ഈ പറയുന്ന എക്കും ഉള്ള ആന്റിജൻ ഉണ്ട്, ബിക്കും ഉള്ള ആന്റിജൻ ഉണ്ട്. സോ എൻ്റെ പ്ലാസ്മയിൽ എന്തില്ല? ആന്റിബോഡി ഇല്ല. കാരണം എയും എനിക്ക് സ്വന്തമാണ്, ബിയും എനിക്ക് സ്വന്തമാണ്. സോ എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഇത് രണ്ടും ഫോറിൻ ആന്റിബോഡീസ് അല്ല, സോറി ഫോറിൻ ആന്റിജൻസ് അല്ല. സോ എൻ്റെ പ്ലാസ്മയിൽ എന്തുണ്ടാവില്ല? ആന്റിബോഡീസ് ഉണ്ടാവില്ല. സോ ഹിയർ ആന്റിബോഡീസ് ആർ നിൽ. ഓക്കെ, നോ എ ഓർ ബി ആന്റിബോഡീസ് ആർ പ്രസന്റ്. ഓക്കെ, ഇനി ബ്ലഡ് ഗ്രൂപ്പ് ഒ ആണ്. എൻ്റെ ആർ ബി സി മെംബ്രെയിനിൽ ഒരു ആന്റിജനും ഇല്ല. സോ പുറത്തുനിന്നുള്ള എല്ലാം എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ആന്റിബോഡീസ് ആണ്. ദാറ്റ് ഈസ് ഐ വിൽ ബി ഹാവിങ് ബോത്ത് എ ആൻഡ് ബി ആന്റിബോഡീസ് ഇൻ മൈ പ്ലാസ്മ. എൻ്റെ പ്ലാസ്മ എടുക്കുകയാണെങ്കിൽ എക്കും ബിക്കും എഗൻസ്റ്റ് ആയിട്ടുള്ള ആന്റിബോഡീസ് ക്യാൻ ബി സീൻ. മനസ്സിലായല്ലോ? ഓക്കെ, സോ നമ്മൾ ബ്ലഡ് ഗ്രൂപ്പ്സ് യു നോ. എ ബി എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പ് നിങ്ങൾക്ക് കോമൺ ആയിട്ട് അറിയാം. എ ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ട്, ബി ഉണ്ട്, ഒ ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, ദീസ് ആർ ദ ബ്ലഡ് ഗ്രൂപ്പ്സ് ദാറ്റ് വി കോമൺലി സീ ഇൻ ഹ്യൂമൻ ബീങ്സ് അല്ലേ? സോ എ ബി ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം എ ആന്റിജനും ഉണ്ട്, ബി ആന്റിജനും ഉണ്ട് ആർ ബി സിയുടെ മെംബ്രെയിൻ്റെ മുകളിൽ. സോ ആന്റിബോഡി ഒന്നും അയാളുടെ പ്ലാസ്മയിൽ കാണില്ല. സോ നോ ആന്റിബോഡീസ് വിൽ ബി ദർ. ആന്റിബോഡീസ് ഒന്നും ഇല്ലാത്ത കാരണം ഈ ആന്റിബോഡി ആണ് തീരുമാനിക്കുന്നത് അയാൾക്ക് ആരുടെയെന്നൊക്കെ ബ്ലഡ് റിസീവ് ചെയ്യാം എന്നുള്ളത്. ഓക്കെ, അയാൾക്ക് ആരുടെയെന്നൊക്കെ ബ്ലഡ് റിസീവ് ചെയ്യാം എന്നുള്ളത് ആരാ തീരുമാനിക്കുന്നത്? ഈ ആന്റിബോഡി ആണ്. ഓക്കെ, സോ യു ക്യാൻ സീ ദാറ്റ് ദർ ആർ നോ ആന്റിബോഡീസ് ഇൻ ഹിസ് പ്ലാസ്മ. ആന്റിബോഡി ഒന്നും ഇല്ലാത്ത കാരണം ഏത് ആന്റിജൻ വന്നാലും അയാൾക്ക് സ്വീകരിക്കാം. ഓക്കെ, സോ ദാറ്റ് he can receive blood from എ ബി ഉള്ള ഒരാളുടെ നിന്ന് റിസീവ് ചെയ്യാം, എ ഉള്ള ഒരാളുടെ നിന്ന് റിസീവ് ചെയ്യാം, ബി ആൻഡ് ഒ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരാളുടെ നിന്നും ബ്ലഡ് റിസീവ് ചെയ്യാനായിട്ട് പറ്റും. സോ ദിസ് ആന്റിബോഡി ഈസ് ഗോയിങ് ടു ഡിറ്റർമിൻ ഫ്രം ഹും ഹി ക്യാൻ റിസീവ് ബ്ലഡ്. ഓക്കെ, സോ ആർക്കൊക്കെ ബ്ലഡ് കൊടുക്കാം എന്ന് ചോദിച്ചാൽ എ ബി ഉള്ള ആൾക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം ഇയാളുടെ എ ആന്റിജനും ഉണ്ട്, ബി ആന്റിജനും ഉണ്ട്. സോ എ ബി ഉള്ള ഒരാൾക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. വി ആർ കോൺസെൻട്രേറ്റിംഗ് ഓൺ ദിസ് ടാബുലാർ കോളം. ഓക്കെ, നമുക്ക് ഇത് വേണമെങ്കിൽ ഇത് ഇമ്പോർട്ടൻ്റ് അല്ല, നമുക്ക് ഇത് നോക്കാം. ഓക്കെ, ഏതെങ്കിലും ഒരു ടാബുലാർ കോളം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി തൽക്കാലം, രണ്ടും കൂടെ വേണ്ട. എ ബ്ലഡ് ഗ്രൂപ്പ് എടുക്കുകയാണ്. എ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരാൾക്ക് എ ആന്റിജൻ ആയിരിക്കും അയാളുടെ ആർ ബി സി മെംബ്രെയിനിൽ കാണാം. ആന്റിബോഡി വിൽ ബി ബി. ഓക്കെ, പ്ലാസ്മയിൽ കാണുന്ന ആന്റിബോഡി വിൽ ബി ബി. സോ ഈ ബി ആന്റിബോഡി ഉള്ള ഒരാൾക്ക് ഡെഫിനറ്റ്ലി എ ബി ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരാൾക്ക് ബ്ലഡ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഡെഫിനറ്റ്ലി ബി ആന്റിജൻ ഇസ് ദർ ഇൻ ദ ആർ ബി സി മെംബ്രെയിൻ ഓഫ് എ ബി. അതേപോലെ തന്നെ ബി ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരാൾക്കോ അയാളുടെ ആർ ബി സി മെംബ്രെയിനിലും ബി ആന്റിജൻ ഉണ്ട്. സോ ആർക്കൊക്കെ കൊടുക്കാൻ പറ്റും? എ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ആൾക്ക് കൊടുക്കാം, ആൻഡ് ഡെഫിനറ്റ്ലി ഒ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ആൾക്ക് കൊടുക്കാം, ബിക്കോസ് ദർ ആർ നോ ആന്റിജൻസ് ഇൻ ഒ ബ്ലഡ് ഗ്രൂപ്പ്. എയിലാണെങ്കിൽ എ ആന്റിജൻ മാത്രമേ ഉള്ളൂ. Now coming to B. Okay, B blood group ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ആന്റിജൻ പ്രസന്റ് ഇസ് B. ഓക്കെ, അതേപോലെ തന്നെ അയാളുടെ കാണുന്ന ആന്റിബോഡി എന്തായിരിക്കും? ബി ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരാൾക്ക് എക്ക് എഗൻസ്റ്റ് ആയിട്ടുള്ള ആന്റിബോഡി ആയിരിക്കും പ്ലാസ്മയിൽ ഉണ്ടാവുക. ഓക്കെ, സോ അയാൾക്ക് ആരുടെ നിന്നൊക്കെ റിസീവ് ചെയ്യാൻ പറ്റും? എ ആന്റിബോഡി ഉള്ള കാരണം എയിൽ നിന്ന് റിസീവ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതേപോലെ തന്നെ എ ബി ബ്ലഡ് ഗ്രൂപ്പിലും എ ആന്റിജൻ ഉണ്ട്. സോ എ ബിയിൽ നിന്നും റിസീവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആരുടെ നിന്നൊക്കെ റിസീവ് ചെയ്യാം? ബി ഉള്ള ഒരാളുടെ നിന്നും ഒ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരാളുടെ നിന്നും റിസീവ് ചെയ്യാം. വീണ്ടും പറയുന്നു, ഓയിൽ എന്തില്ല? ആന്റിജൻസ് ആർ നോട്ട് ദർ. നൗ ഒ ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഒ ബ്ലഡ് ഗ്രൂപ്പ്. ഒ ബ്ലഡ് ഗ്രൂപ്പ് എടുത്താൽ ദർ ആർ നോ ആന്റിജൻസ് പ്രസന്റ് ഓൺ ദ സർഫസ് ഓഫ് ആർ ബി സി. ആന്റിജൻസ് ആർ പ്രസന്റ് ഓൺ ദ സർഫസ് ഓഫ് ആർ ബി സി. ആന്റിബോഡി ഇസ് പ്രസന്റ് ഇൻ പ്ലാസ്മ. കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ഓക്കെ, അവരുടെ ആന്റിബോഡി എന്തൊക്കെ ഉണ്ട്? എക്കും ബിക്കും എഗൻസ്റ്റ് ആയിട്ടുള്ള ആന്റിബോഡി പ്ലാസ്മയിലുണ്ട്. എക്കും ബിക്കും എഗൻസ്റ്റ് ആയിട്ടുള്ള ആന്റിബോഡി പ്ലാസ്മയിലുണ്ട്. സോ എ ഉള്ള ഒരാളുടെ നിന്നും ബ്ലഡ് റിസീവ് ചെയ്യാൻ പറ്റില്ല, ബി ഉള്ള ഒരാളുടെ നിന്നും റിസീവ് ചെയ്യാൻ പറ്റില്ല. എയും ബിയും ഉള്ള ഒരാളാണ് എന്ത്? എ ബി ബ്ലഡ് ഗ്രൂപ്പ്. സോ എ ബിയിൽ നിന്നും റിസീവ് ചെയ്യാൻ പറ്റില്ല. സോ ഒ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരാൾക്ക് ആർക്ക് മാത്രമേ ബ്ലഡ് കൊടുക്കാൻ പറ്റുള്ളൂ? സോറി, ആരുടെ നിന്നും മാത്രമേ റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ?
O blood group ഉള്ള ഒരാളുടെ നിന്ന് മാത്രമേ ബ്ലഡ് റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് O blood group നോക്കിക്കേ, ഓല് ആന്റിജൻസ് ഒന്നുമില്ല. ഡെഫിനറ്റ്ലി ഓല് ആന്റിജൻസ് ഒന്നും ഇല്ലാത്ത കാരണം ഓക്ക് അഗേൻസ്റ്റ് ആയിട്ടുള്ള ആന്റിബോഡി ഒരാളുടെ ബ്ലഡിലും ഇല്ല. ഓക്കെ അഗേൻസ്റ്റ് ആയിട്ടുള്ള ആന്റിബോഡി ഒരാളുടെ ബ്ലഡിലും ഇല്ലാത്ത കാരണം they can give blood to AB, A, B as well as O. അവർക്ക് എല്ലാവർക്കും ബ്ലഡ് കൊടുക്കാനായിട്ട് പറ്റും. So O blood group is called as universal donor. O blood group is called as universal donor. ഇനി ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് പറയാം ആരാ യൂണിവേഴ്സൽ റെസിപ്പിയൻ, എല്ലാവരുടെയും ബ്ലഡ് സ്വീകരിക്കാൻ പറ്റുന്നത് ആർക്കാ? യു ക്യാൻ സീ ദാറ്റ് AB blood group. AB blood group എടുത്താൽ എയും ബിയും ആന്റിജൻസ് ബ്ലഡിന്റെ RBCയുടെ മെംബ്രെയിനിലുള്ള കാരണം they can receive blood from anyone. കണ്ടോ, AB, A, B, O ഈ എല്ലാ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവരുടെയും അവർക്ക് ബ്ലഡ് റിസീവ് ചെയ്യാനായിട്ട് പറ്റും. സോ AB is called as universal recipient. Universal recipient. സോ ബ്ലഡ് ഗ്രൂപ്പിന്റെ കൺസെപ്റ്റ് എല്ലാവർക്കും കിട്ടി എന്ന് വിചാരിക്കുന്നു. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ ആന്റിബോഡീസ് എന്ന് പറയുന്ന ഈ കോളം ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാം. ആന്റിബോഡീസ് എന്ന് പറയുന്ന ഈ കോളം ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക. ആന്റിബോഡി ഏതാണോ പ്ലാസ്മയിൽ കിടക്കുന്നത് ആ ആന്റിബോഡി ഉള്ള ആളുടെ നിന്ന് ബ്ലഡ് സ്വീകരിക്കാനായിട്ട് പറ്റില്ല. ആന്റിബോഡി ഉള്ള ആ ആന്റിജൻ ഉള്ള ആളുടെ നിന്ന്. ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്. ഇപ്പൊ ബി എന്ന് പറയുന്ന ആന്റിബോഡി ആണ് എൻ്റെ ഉള്ളത് വെച്ചാൽ ബി ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരാളുടെ നിന്ന് എനിക്ക് ബ്ലഡ് സ്വീകരിക്കാനായിട്ട് പറ്റില്ല. എ ആന്റിബോഡി ആണ് എൻ്റെ പ്ലാസ്മയിൽ ഇരിക്കുന്നത് വെച്ചാൽ എനിക്ക് എ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരാളുടെ നിന്ന് ബ്ലഡ് സ്വീകരിക്കാനായിട്ട് പറ്റില്ല. എക്കും ബിക്കും എഗൻസ്റ്റ് ആയിട്ടുള്ള ആന്റിബോഡി എൻ്റെ ബ്ലഡിൽ ഉണ്ടെങ്കിൽ എക്കും എ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരാളുടെ നിന്നും ബി ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരാളുടെ നിന്നും AB ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ആളുടെ നിന്നും എനിക്ക് ബ്ലഡ് സ്വീകരിക്കാനായിട്ട് പറ്റില്ല. സോ ദീസ് ആന്റിബോഡീസ് ആർ ഗോയിങ് ടു ഡിറ്റർമിൻ വെദർ ഐ ക്യാൻ റിസീവ് ബ്ലഡ് ഫ്രം എ പേഴ്സൺ ഓർ നോട്ട്. ആരുടെയും എനിക്ക് ബ്ലഡ് റിസീവ് ചെയ്യാം എന്നുള്ളത് തീരുമാനിക്കാൻ പോകുന്നത് അതാണ്. ഐ തിങ്ക് ദിസ് കൺസെപ്റ്റ് ഇസ് ക്ലിയർ ഫോർ യു. നൗ വി ആർ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ടോപ്പിക്. ഓക്കെ, so I had already told that O is called as universal donor, AB is called as universal receivers or universal recipients. Okay, now we are moving on to rhesus system. This is the scientist who introduced this rhesus system. Okay, എന്താണ് ഈ rhesus system എന്നുള്ളത് നോക്കാം. RH system. സോ നിങ്ങൾ ഈ A അല്ലെങ്കിൽ B എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പ് മാത്രമായിരിക്കില്ല കേട്ടിട്ടുണ്ടാവുക, റൈറ്റ്? A പോസിറ്റീവ്, B പോസിറ്റീവ്, O പോസിറ്റീവ് എന്ന് കേട്ടിട്ടുണ്ടാവും. എന്താ ഈ പോസിറ്റീവ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? വാട്ട് ഡസ് ദിസ് പോസിറ്റീവ് മീൻസ് ഇൻ ബ്ലഡ് ഗ്രൂപ്പ്? എന്തിനെയാണ് ഇവർ പോസിറ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, സോ വി ഹാഡ് ടോൾഡ് ദാറ്റ് RBCയുടെ മെംബ്രെയിനിൽ ഒരു ആന്റിജൻ ഉണ്ട്. A ആന്റിജൻ ഉണ്ടെങ്കിൽ നമ്മൾ A ബ്ലഡ് ഗ്രൂപ്പ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, along with that in my RBC if there is another antigen called as RH which is present on my RBC membrane. A ആന്റിജന് പുറമെ RH എന്ന് പറയുന്ന ഒരു ആന്റിജനും കൂടെ എൻ്റെ RBC മെംബ്രെയിനിൽ ഉണ്ടെങ്കിൽ I will be A positive. ഓക്കെ, ഞാൻ എന്തായിരിക്കും? A പോസിറ്റീവ് ആയിരിക്കും. If I am having എന്താണ് ബി ആന്റിജൻ ആണ് എൻ്റെ ഉള്ളത് പ്ലസ് എന്തുകൊണ്ട് RH എന്ന് പറയുന്ന ആന്റിജനും കൂടെ എൻ്റെ RBC മെംബ്രെയിനിൽ ഉണ്ടെങ്കിൽ മൈ ബ്ലഡ് ഗ്രൂപ്പ് വിൽ ബി B പോസിറ്റീവ്. എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് എന്തായിരിക്കും? B പോസിറ്റീവ് ആയിരിക്കും. ആൻഡ് ഇഫ് എൻ്റെ RBC മെംബ്രെയിനിൽ AB എന്ന് പറയുന്ന രണ്ട് ആന്റിജനും ഉണ്ട്, along with that എനിക്ക് ഒരു RHും കൂടെ ഉണ്ടെങ്കിൽ മൈ ബ്ലഡ് ഗ്രൂപ്പ് വിൽ ബി AB positive. My blood group will be AB positive. And if my RBC membrane consists of only RH എന്ന് പറയുന്ന ഒരു ആന്റിജൻ മാത്രമേ ഉള്ളൂ വെച്ചാൽ my blood group will be O positive. My blood group will be O positive. അങ്ങനെയാണ് ഈ പോസിറ്റീവ് എന്നുള്ളത് പറയുന്നതിന്റെ മെയിൻ ഉദ്ദേശം. ഇനി എന്താണ് ഈ RH ഫാക്ടർ? ആക്ച്വലി ഈ സയന്റിസ്റ്റ് ഈ എക്സ്പെരിമെന്റ്സ് നടത്തിയത് റീസസ് മങ്കീസിലാണ്. ആൻഡ് റീസസ് മങ്കീസിൽ ഈ പറയുന്ന എക്സ്പെരിമെന്റ്സ് നടത്തിയപ്പോൾ എന്തുണ്ടായെന്ന് വെച്ചാൽ ഒരു 85% ഓഫ് റീസസ് മങ്കീസ് 85% ഓഫ് റീസസ് എടുത്തപ്പോൾ 85%ലും along with A and B antigen
he found another antigen called as RH antigen present on the RBC surface. Okay, RBC membrane the മുകളിൽ എക്കും ബിക്കും പുറമെ another antigen was found to be present. Okay, അതിനെയാണ് RH factor എന്ന് വിളിച്ചത്. ആ RH factor ഓൾമോസ്റ്റ് ഒരു 85% ഓഫ് പോപ്പുലേഷനിലും ഉണ്ട്. നമ്മുടെ ഒരു 85% പോപ്പുലേഷൻ നിങ്ങൾ തന്നെ തമ്മിൽ ബ്ലഡ് ഗ്രൂപ്പ് ചോദിച്ചാൽ അറിയാൻ പറ്റും. ഓൾമോസ്റ്റ് കുറേ പേരും എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, RH പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, 85% പീപ്പിൾ വിൽ ബി ഹാവിങ് RH ഫാക്ടർ along വിത്ത് A and B. ഓക്കെ, അങ്ങനെയാണ് ഈ AB പോസിറ്റീവ്, A പോസിറ്റീവ്, O പോസിറ്റീവ്, B പോസിറ്റീവ് എന്നൊക്കെ പറയുന്നത്. ക്ലിയർ ആണല്ലോ? അത്രയാണ് RH കൺസെപ്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. RH കൺസെപ്റ്റ്. ഓക്കെ, ഈ എങ്ങനെയാണ് ഈ RH നമ്മളെ എഫക്റ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഈ RH പോസിറ്റീവ്, അതായത് A പോസിറ്റീവ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ബ്ലഡ് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അതേപോലെ തന്നെ B പോസിറ്റീവ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ബ്ലഡ് കൊടുക്കാൻ പറ്റുള്ളൂ. അത് നിങ്ങൾക്ക് അറിയാം. സോ ഹൗ ദിസ് RH is going to affect mothers and fetus, അതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഒരു ലേഡി പ്രഗ്നന്റ് ആയി, ഓക്കെ, ഒരു ലേഡി പ്രഗ്നന്റ് ആയി എന്ന് വിചാരിക്കുക. ലൈക്ക് ഹൗ ദിസ് ഇസ് ഗോയിങ് ടു എഫക്ട്, അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരു ലേഡി പ്രഗ്നന്റ് ആയി ആൻഡ് ദാറ്റ് ലേഡി ഈസ് RH നെഗറ്റീവ്. ഫോർ എക്സാമ്പിൾ A നെഗറ്റീവ് ആണെന്ന് വിചാരിച്ചു, ഈ മദർ A നെഗറ്റീവ് ആണെന്ന് വിചാരിച്ചു. And the fetus growing inside the mother. Okay, this fetus growing inside the mother is എന്താണ്, RH പോസിറ്റീവ്. A പോസിറ്റീവ് ആണെന്ന് വിചാരിച്ചു. A പോസിറ്റീവ് ആണ്, അമ്മ A നെഗറ്റീവ് ആണ്. അമ്മ A നെഗറ്റീവ് ആണ് ആൻഡ് കുട്ടി എന്താണ്, A പോസിറ്റീവ് ആണ്. A പോസിറ്റീവ് ആണ്, ദാറ്റ് ഇസ് RH പോസിറ്റീവ് ആണ്. ഇനി എന്ത് സംഭവിക്കും എന്നറിയോ? ഫസ്റ്റ് പ്രഗ്നൻസിയുടെ സമയത്ത് പ്ലാസെന്റ എന്ന് പറയുന്ന ഒരു ബാരിയർ ഒക്കെ ഉണ്ട്. സോ ദാറ്റ് ഈ പറയുന്ന ആന്റിജനും ആന്റിബോഡിയും തമ്മിൽ മിക്സിംഗ് അപ്പ് നടക്കില്ല. സാധാരണ എന്താണെന്നറിയോ, ഈ ABO എന്നൊക്കെ പറയുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഈ ABക്ക് അഗൻസ്റ്റ് ഒക്കെ ആന്റിബോഡീസ് നമ്മുടെ പ്ലാസ്മയിൽ ഓൾറെഡി സ്റ്റോർഡ് ആണ്. പക്ഷേ ഈ RHന് അഗൻസ്റ്റ് ആയിട്ടുള്ള ആന്റിബോഡീസ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? നമുക്ക് എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞു വെച്ചാൽ നമ്മുടെ ബോഡിയിൽ ആന്റിബോഡീസ് ക്രിയേറ്റഡ് ആവില്ലേ? അതുപോലെ ഈ RH നമ്മുടെ ബോഡി എക്സ്പോസ്ഡ് ആവുകയാണെങ്കിൽ മാത്രം, ഓക്കെ, RH ഫാക്ടർ എന്ന് പറയുന്ന ഫാക്ടറുമായിട്ട് നമ്മുടെ ബോഡി എക്സ്പോസ്ഡ് ആവുകയാണെങ്കിൽ മാത്രമായിരിക്കും നമ്മുടെ ബോഡിയിൽ ഈ RHന് അഗൻസ്റ്റ് ആയിട്ടുള്ള ആന്റിബോഡീസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവുക. സോ ഈ പറയുന്ന അമ്മയുടെ ബോഡി ഇതുവരെ RH എന്ന് പറയുന്ന ഒരു ആന്റിജനെ കണ്ടിട്ടില്ല. സോ ദാറ്റ് നമ്മുടെ ബോഡിയിൽ RHന് അഗൻസ്റ്റ് ആയിട്ടുള്ള ആന്റിബോഡീസ് ഒന്നും ഇല്ല, പ്രസന്റ്ലി ഇല്ല. ഇനി അമ്മ A പോസിറ്റീവ് ആയിട്ടുള്ള കുട്ടി എന്തുണ്ട്, ഇൻ വൂം, യൂട്രസിലുണ്ട്. ആൻഡ് ദർ വിൽ ബി ഇറ്റ് ഇസ് വെൽ പ്രൊട്ടക്റ്റഡ് ആണ് ആൻഡ് പ്ലാസെന്റ എന്ന് പറയുന്ന ഒരു ബാരിയർ ഒക്കെ ഉണ്ട്. ദർ ഇസ് നോ മിക്സിംഗ് അപ്പ് ഓഫ് ബ്ലഡ്. അമ്മയുടെയും കുട്ടിയുടെയും ബ്ലഡ് തമ്മിൽ യാതൊരു തരത്തിലുള്ള മിക്സിംഗ് അപ്പും ഇല്ല. ഇനി എന്ത് നടന്നു? ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ഡെലിവറി കഴിയുമ്പോൾ ആ ഡെലിവറിയുടെ സമയത്ത്, ഓക്കെ, ചൈൽഡ് ഡെലിവറിയുടെ സമയത്ത് വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ദർ വിൽ ബി ഇമ്മൻസ് മിക്സിംഗ് അപ്പ് ഓഫ് ബ്ലഡ്. ഓക്കെ, അമ്മയുടെയും കുട്ടിയുടെയും ബ്ലഡ് തമ്മിൽ ഇമ്മൻസ് മിക്സിംഗ് അപ്പ് ഓഫ് ബ്ലഡ് ഉണ്ടാവും. അപ്പോഴേക്കും കുട്ടി പുറത്തോട്ട് വന്നിട്ടുണ്ടാവും, കുട്ടി സേഫ് ആണ്, നോ പ്രോബ്ലംസ്. ബട്ട് അമ്മയുടെ ബോഡി ഇപ്പോൾ ആരുമായിട്ട് എക്സ്പോസ്ഡ് ആയി? ഈ RH ആന്റിജൻസുമായിട്ട് അമ്മയുടെ ബോഡി കോണ്ടാക്റ്റിൽ വന്നു. സോ അമ്മയുടെ ബോഡിയെ സംബന്ധിച്ചിടത്തോളം RH ആന്റിജൻ എന്താ? ഫോറിൻ ആന്റിജൻ ആണ്. സോ അമ്മയുടെ ബോഡി എന്ത് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും? ഈ RHന് അഗൻസ്റ്റ് ആയിട്ടുള്ള ആന്റിബോഡീസ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. കണ്ടോ, അമ്മയുടെ ബോഡിയിൽ RHന് അഗൻസ്റ്റ് ആയിട്ടുള്ള ആന്റിബോഡീസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ഇനി വീണ്ടും അമ്മ പ്രഗ്നന്റ് ആവാണ്. ഓക്കെ, വീണ്ടും ദാറ്റ് ലേഡി ഈസ് ഗെറ്റിംഗ് പ്രഗ്നന്റ് ആൻഡ് ഫോർ ദ സെക്കൻഡ് ടൈം ഓൾസോ ഷീ ഈസ് ഗെറ്റിംഗ് ആൻ RH പോസിറ്റീവ് ഫീറ്റസ്. രണ്ടാമത്തെ പ്രാവശ്യം RH പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫീറ്റസ് അമ്മയുടെ ബോഡിയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ദിസ് ടൈം ഒരു ചെറിയ ബ്ലഡ് കോണ്ടാക്ട് ഉണ്ടായാൽ മതി, അതായത് ഈ ഫീറ്റസ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയാൽ മതി, അമ്മയുടെ ബോഡിയിൽ ഓൾറെഡി സ്റ്റോർഡ് ആയിട്ടുള്ള ഈ RHന് അഗൻസ്റ്റ് ആയിട്ടുള്ള ആന്റിബോഡീസ് ഒക്കെ ഉണ്ടല്ലോ, അത് ഈ ഫീറ്റസിനെ ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് നോക്കും. ഓക്കെ, അമ്മയുടെ ബോഡിയിൽ ഓൾറെഡി സ്റ്റോർഡ് ആയിട്ടുള്ള ഈ ആന്റിബോഡീസ് will start attacking the fetus because this fetus is, according to this mother, ഈ fetus എന്താ, ഒരു foreign antigen ആണ്. That is, fetus is having എന്താണ്, RH factor in his or her in the
ദിസ് ആർ ബി സിയുടെ മുകളിൽ എന്തുണ്ട്? ഈ RH ഫാക്ടർ ഉണ്ട്. സോ നമ്മുടെ ബോഡിയിലുള്ള നമ്മുടെ പ്ലാസ്മയിലുള്ള ഈ ആൻറ്റിബോഡീസ് ഒക്കെ ഈ ഫീറ്റസിനെ കൊല്ലാനായിട്ട് നോക്കും. ഓക്കെ, ആൻഡ് അത് സഡൻ ആക്ഷൻ ആയിരിക്കും, കൊല്ലാൻ വേണ്ടി മാക്സിമം ശ്രമിക്കും. മാക്സിമം ശ്രമിച്ചിട്ട് എന്ത് സംഭവിക്കും? ചിലപ്പോൾ കുട്ടി മരിക്കും. മോസ്റ്റ്ലി സ്റ്റിൽ ബർത്ത് ആയിരിക്കും സംഭവിക്കുക. ഇനി സ്റ്റിൽ ബർത്ത് അല്ലെങ്കിൽ, കുട്ടി മരിച്ചില്ലെങ്കിൽ, ഇനിയിപ്പോൾ കുട്ടി ജനിക്കുകയാണെങ്കിൽ ദാറ്റ് ചൈൽഡ് വിൽ ബി സിവിയർലി അനീമിക് ആയിരിക്കും. സിവിയർലി അനീമിക് ആയിരിക്കും. ദാറ്റ് ഈസ് RBCയുടെ അളവ് നല്ല കുറവായിരിക്കും. ആൻഡ് he or she will be having severe jaundice as well. മഞ്ഞപ്പിത്തം ഉണ്ടാവും. ഓക്കെ, ആൻഡ് ദിസ് കണ്ടീഷൻ ഇസ് കോൾഡ് as erythroblastosis fetalis. Erythroblastosis fetalis. ഈ ടേം തന്നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. What is erythroblast? We had told that ഈ RBCയുടെ വേറെ പേരാണ് erythrocyte. RBC എന്ന് പറഞ്ഞാൽ erythrocyte. What is erythros? Erythros എന്ന് പറഞ്ഞാൽ റെഡ് എന്നാണ് അർത്ഥം. Erythros means red. Erythrocyte. Cyte means what? Cyte means cell. Okay, red blood cell. അതായത് RBC ആണ്. ഈ RBC ഉണ്ടാകുന്നതിന് മുമ്പുള്ള പ്രിക്കേഴ്സർ സെല്ലാണ് എറിത്രോബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. RBC ഉണ്ടാകുന്നതിന് മുമ്പുള്ള പ്രിക്കേഴ്സർ സെൽ. അതായത് ഈ എറിത്രോബ്ലാസ്റ്റിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്? RBC ഉണ്ടാവുന്നത്. ദാറ്റ് ഇസ് എറിത്രോസൈറ്റ് ഉണ്ടാവുന്നത്. ഈ പ്രിക്കേഴ്സർ സെൽസ് ഒന്നും, അതായത് ഈ എറിത്രോബ്ലാസ്റ്റ് എന്ന് പറയുന്ന ഈ പ്രിക്കേഴ്സർ സെൽസ് ഒന്നും RBC ആയിട്ട് മാറില്ല. ഇറ്റ് വിൽ നോട്ട് ബി ഗെറ്റിംഗ് കൺവേർട്ടഡ് ടു RBC. And that child will be killed at last. Okay, അതായത് കുട്ടി അവസാനം മരിക്കുകയും ചെയ്യും. എറിത്രോബ്ലാസ്റ്റ് മെച്യൂർ ചെയ്ത് RBC ആവില്ല. അതാണ് ഈ കുട്ടി അനീമിക് ആയി മാറുന്നതും ജോണ്ടിസ് ആയിട്ട് മാറുന്നതും. ആൻഡ് ഫൈനലി ദാറ്റ് ചൈൽഡ് വിൽ ഡൈ ഓഫ്. ഓക്കെ, അങ്ങനെയാണ് ഉണ്ടാവുന്നത്. ആൻഡ് ദാറ്റ് കണ്ടീഷൻ ഇസ് വാട്ട് വി കോൾ ബൈ ദ നെയിം erythroblastosis fetalis. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. Erythroblast is not going to mature as RBC. Mature RBC will not be produced and that child will be severely anemic and that child will be having jaundice as well. And this particular condition is what we call by the name erythroblastosis fetalis. മനസ്സിലായോ? ഈ കണ്ടീഷൻ എപ്പോഴാണ് വരിക? അമ്മ RH നെഗറ്റീവും ഫീറ്റസ് RH പോസിറ്റീവും ആണെങ്കിലാണ് ഈ കണ്ടീഷൻ വരിക. ഫസ്റ്റ് പ്രഗ്നൻസിയിൽ എന്തെങ്കിലും സംഭവിക്കോ? നോ, ബിക്കോസ് ദർ ഇസ് നോ മിക്സിംഗ് അപ്പ് ഓഫ് ബ്ലഡ് ആൻഡ് അമ്മയുടെ ബ്ലഡിൽ എന്തില്ല? ഇതിന് എഗൻസ്റ്റ് ആയിട്ടുള്ള ആന്റിബോഡീസ് ഓൾറെഡി സ്റ്റോർഡ് അല്ല. ഇനി സെക്കൻഡ് പ്രഗ്നൻസിയുടെ സമയത്താണ് ഡ്യൂ ടു മിക്സിംഗ് അപ്പ് ഓഫ് ബ്ലഡ് ഡ്യൂറിങ് ഫസ്റ്റ് ഡെലിവറിയുടെ സമയത്ത് നടക്കുന്ന മിക്സിംഗ് അപ്പ് ഓഫ് ബ്ലഡ് കാരണമാണ് നമ്മുടെ ബോഡിയിലെ ആന്റിബോഡീസ് ഉണ്ടാവുന്നതും. സെക്കൻഡ് പ്രഗ്നൻസിയുടെ സമയത്ത് വീണ്ടും RH പോസിറ്റീവ് ബേബി വരുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? സഡൻ അറ്റാക്ക് ഉണ്ടായിട്ട് ഈ ഒരു കണ്ടീഷനിലോട്ട് പോകുന്നത്. ആൻഡ് ഹൗ ദിസ് കണ്ടീഷൻ ക്യാൻ ബി പ്രിവെന്റഡ്? ഈ കണ്ടീഷൻ എങ്ങനെയായിരിക്കും പ്രിവെന്റ് ചെയ്യുക? ഈ RH ആന്റിബോഡീസ് കൊടുക്കും. ഓക്കെ, അതായത് ഫസ്റ്റ് പ്രഗ്നൻസി കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഡെലിവറി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക വെച്ചാൽ RH ആന്റിബോഡീസ് ഇൻഫ്യൂസ് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ എഴുതിയിരിക്കുന്നത് RH ആന്റിബോഡീസ്. ആക്ച്വലി RH ആന്റിബോഡീസ് അല്ല കൊടുക്കുക, RH ആന്റിബോഡീസ് ആയിരിക്കും കൊടുക്കുക. അതായത് RH അഗേൻസ്റ്റ് ആയിട്ടുള്ള ആന്റിബോഡീസ് ആയിരിക്കും കൊടുക്കുക. എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ RH ആന്റിജൻസ് നമ്മുടെ ബോഡിയിൽ എന്ത് ചെയ്തു? മിക്സിംഗ് അപ്പ് നടന്നപ്പോൾ RH ആന്റിജൻസ് നമ്മുടെ ബ്ലഡിലോട്ട് വന്നല്ലോ. നമ്മുടെ ബ്ലഡിലോട്ട് വന്ന ഉടനെ തന്നെ നമ്മൾ RH ആന്റിബോഡീസ് കുത്തിവെച്ച് കൊടുക്കുകയാണെങ്കിൽ ഈ ആന്റിബോഡീസ് വിൽ ബി ഡിസ്ട്രോയിങ് വാട്ട്? ഇപ്പൊ ആ മിക്സ് ചെയ്ത സമയത്ത് ഉണ്ടായിരുന്ന എല്ലാ ആന്റിജനും RH ആന്റിജൻസിനെയും നമ്മൾ കുത്തിവെക്കുന്ന ആന്റിബോഡീസ് അതിനെയൊക്കെ കില്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബോഡിയിൽ എന്തില്ല? RH ആന്റിജൻസ് ഇല്ല. RH ആന്റിജൻസ് ഇല്ലാത്ത കാരണം പിന്നെ നമ്മുടെ ബോഡി RH ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യില്ല. അങ്ങനെ ആവുമ്പോൾ സെക്കൻഡ് ചൈൽഡും സേഫ് ആവും. അതാണ് നടക്കുന്നത്. And according to your textbook, എന്താണ് കൊടുക്കുന്നത്? anti-RH antibodies. Anti-RH antibodies will be infused to the mother's blood. അമ്മയുടെ ബ്ലഡിലോട്ട് anti-RH antibodies ആണ് ഇൻഫ്യൂസ് ചെയ്യുന്നത്. So that the second child will be safe. അതാണ് എന്ത്? erythroblastosis fetalis എന്ന് പറയുന്ന കണ്ടീഷൻ. I think now it is clear. ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പഠിക്കേണ്ട, എന്നാലും ഈ ഒരു ഐഡിയ ഉണ്ടായി വെക്കുക. ആൻഡ് യു ഷുഡ് ബി ഏബിൾ ടു പ്രസന്റ് ദാറ്റ് ഡ്യൂറിങ് യുവർ എക്സാം. ദാറ്റ്സ് ഓൾ. ഓക്കെ, സോ നെക്സ്റ്റ് വി ആർ മൂവിങ് ഓൺ ടു ദ ടോപ്പിക് കോയഗുലേഷൻ ഓഫ് ബ്ലഡ്. അല്ലെങ്കിൽ നമ്മൾ കോമൺ ആയിട്ട് ബ്ലഡ് ക്ലോട്ടിംഗ് എന്ന് പറയും അല്ലേ? ഈ ബ്ലഡ് ക്ലോട്ടിംഗ് എന്ന് പറയുന്നത് ആരുടെ ഫംഗ്ഷനാണ്? നമ്മുടെ ഫോംഡ് എലിമെന്റ്സിലുള്ള പ്ലേറ്റ്ലെറ്റ്സിന്റെ ഫംഗ്ഷനാണ് ബ്ലഡ് ക്ലോട്ടിംഗ് അഥവാ ബ്ലഡ് കോയഗുലേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ പ്ലാസ്മയിൽ ദർ ആർ സർട്ടൻ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ്, അതായത് ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ സഹായിക്കുന്ന ചില ഫാക്ടേഴ്സ് നമ്മുടെ പ്ലാസ്മയിലുണ്ട്.
Along with that, ഈ പ്ലേറ്റ്ലെറ്റ്സും എന്തിനു സഹായിക്കും? നമുക്ക് എന്തെങ്കിലും മുറിവ് ഉണ്ടായി കഴിഞ്ഞാൽ അത് ഉണങ്ങാനായിട്ട്, അതായത് ക്ലോട്ട് ചെയ്യാനായിട്ട് സഹായിക്കും. There are actually 13 clotting factors in our plasma. നമ്മുടെ പ്ലാസ്മയിൽ ഒരു 13 clotting factors ഉണ്ട്. Along with that, this platelets also helps in what? This clotting എന്ന് പറയുന്ന പ്രോസസ്സിൽ, അതായത് ഈ മുറിവ് വന്നാൽ ഉണങ്ങാനായിട്ട് ഹെൽപ്പ് ചെയ്യും. എങ്ങനെയാണ് ഇത് നടക്കുന്നത്? ഓക്കെ, പ്ലാസ്മ കൺസിസ്റ്റ് ഓഫ് thrombokinase എന്ന് പറയുന്ന ഒരു എൻസൈം കോംപ്ലക്സ് ഇസ് പ്രസന്റ് ഇൻ പ്ലാസ്മ. Thrombokinase. ഓക്കെ, thrombokinase എന്ന് പറയുന്ന ഒരു എൻസൈം കോംപ്ലക്സ് എവിടെ ഉണ്ട്? നമ്മുടെ പ്ലാസ്മയിലുണ്ട്. ഈ thrombokinase എന്ത് ചെയ്യും എന്നറിയോ? നമ്മുടെ പ്ലാസ്മയിൽ തന്നെയുള്ള വേറൊരു ക്ലോട്ടിംഗ് ഫാക്ടർ ആയിട്ടുള്ള പ്രോത്രോംബിൻ. ഓക്കെ, പ്രോത്രോംബിൻ എന്ന് പറയുന്ന നമ്മുടെ പ്ലാസ്മയിലുള്ള വേറൊരു ക്ലോട്ടിംഗ് ഫാക്ടറിനെ ഈ ത്രോംബോകൈനേസ് എന്ത് ചെയ്യും? ത്രോംബോകൈനേസ് എന്ത് ചെയ്യും? പ്രോത്രോംബിനെ ത്രോംബിൻ ആക്കി മാറ്റും. ത്രോംബിൻ ആക്കി മാറ്റും. ഈ പ്രോ എന്നുള്ള വാക്കും അതേപോലെ തന്നെ ഓജൻ, OGEN, ഓജൻ എന്നുള്ള വാക്കൊക്കെ എവിടെ വന്നാലും ഇറ്റ് ഈസ് ഇനാക്റ്റീവ്. ഇനാക്റ്റീവ് ഫോംസ് ആണ്. ഇനാക്റ്റീവ് ഫോംസ് ആയിട്ടുള്ള ഈ പ്രോത്രോംബിനെ ത്രോംബോകൈനേസ് എന്താക്കി മാറ്റും? ത്രോംബിൻ ആക്കി മാറ്റും. ഇൻ ദ പ്രസൻസ് ഓഫ് കാൽഷ്യം അയോൺസ്. കാൽഷ്യം അയോൺസിന്റെ പ്രസൻസിൽ പ്രോത്രോംബിനെ ത്രോംബിൻ ആക്കി മാറ്റും. ഇനി ഈ ത്രോംബിൻ ഉണ്ടല്ലോ, ഈ ത്രോംബിൻ എന്ത് ചെയ്യും? ഫൈബ്രിനോജൻ എന്ന് പറഞ്ഞിട്ട് പ്ലാസ്മയിൽ കിടക്കുന്ന വേറൊരാളും കൂടെ ഉണ്ട്. ഫൈബ്രിനോജൻ എന്ന് പറഞ്ഞിട്ട് പ്ലാസ്മയിൽ കിടക്കുന്ന വേറൊരു ഇനാക്റ്റീവ് സബ്സ്റ്റൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞു ഓജൻ എന്ന് പറഞ്ഞാലും ഇറ്റ് ഈസ് ഇനാക്റ്റീവ്, ഓജൻ എന്ന് പറഞ്ഞാലും ഇറ്റ് ഈസ് ആൻ ഇനാക്റ്റീവ് ഫോം. ഈ ഫൈബ്രിനോജനെ ഫൈബ്രിൻ ആക്കി മാറ്റും. ഈ ഫൈബ്രിനോജനെ എന്താക്കി മാറ്റും? ഫൈബ്രിൻ ആക്കി മാറ്റും. ആൻഡ് ദിസ് ഫൈബ്രിൻ, വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് നമ്മൾ മുറി വന്ന ഭാഗത്ത് ഫൈബ്രിൻ, ഫൈബ്രിൻ എന്ന് പറഞ്ഞാൽ ഫൈബേഴ്സ്, ഓക്കെ, ഫൈബേഴ്സ് പോലെ സംഭവമാണ്. ഓക്കെ, സോ മുറിവ് വന്ന ഭാഗത്ത് എന്തുണ്ടാവും? ഈ ഫൈബ്രിൻ വിൽ ബി ഫോമിങ് എ മെഷ് വർക്ക്. മെഷ് വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു നെറ്റ്വർക്ക് പോലെ, ഇങ്ങനെ ഒരു നെറ്റ്വർക്ക് പോലെ ഫോം ചെയ്തിട്ട് ഇറ്റ് വിൽ ട്രാപ്പ് RBC, അതുപോലെ തന്നെ WBC, അവിടുത്തെ പ്ലേറ്റ്ലെറ്റ്സിനെയൊക്കെ ട്രാപ്പ് ചെയ്ത് എന്ത് ഫോം ചെയ്യും? ഇറ്റ് വിൽ ബി ഫോമിങ് എ മെഷ് വർക്ക്. ആൻഡ് ദാറ്റ് മെഷ് വർക്ക് ഇസ് വാട്ട് വി സീ ആസ് എ ഡെഫിനിറ്റീവ് ക്ലോട്ട്. നമുക്കൊരു ക്ലോട്ട് ആയിട്ട് കാണുന്നത് അതിനെയാണ് കേട്ടോ. ഓക്കെ, എന്താ ഇപ്പൊ ഞാൻ പറഞ്ഞേ? നമ്മുടെ പ്ലാസ്മയിൽ there is an enzyme complex called as thrombokinase which acts on another inactive factor which is ഇതൊക്കെ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ആണ്, ക്ലോട്ടിങ്ങിന് സഹായിക്കുന്ന ഫാക്ടേഴ്സ് which are present in plasma. അപ്പോൾ ഈ thrombokinase എന്ന് പറയുന്ന എൻസൈം കോംപ്ലക്സ് പ്രോത്രോംബിൻ എന്ന് പറയുന്ന ക്ലോട്ടിംഗ് ഫാക്ടറിൽ ആക്ട് ചെയ്തിട്ട് അതിനെ ആക്റ്റീവ് ആയിട്ടുള്ള ത്രോംബിൻ ആക്കി മാറ്റും. പ്രോത്രോംബിൻ ഇസ് ആൻ ഇനാക്റ്റീവ് ഫോം, അതിനെ ആക്റ്റീവ് ആയിട്ടുള്ള ത്രോംബിൻ ആക്കി മാറ്റും. Another inactive clotting factor is present in our plasma. അതിനെ വിളിക്കുന്ന പേരാണ് ഫൈബ്രിനോജൻ. ഈ ഇനാക്റ്റീവ് ഫൈബ്രിനോജനെ ആക്റ്റീവ് ആയിട്ടുള്ള ഫൈബ്രിൻ ആക്കി മാറ്റും. ആര്? ത്രോംബിൻ. ഈ ഫൈബ്രിൻ ആയി മാറിക്കഴിഞ്ഞാൽ ഈ ഫൈബ്രിൻ എന്ത് ചെയ്യും? നമ്മുടെ മുറിവുള്ള ഭാഗത്ത് ഇറ്റ് വിൽ ബി ഫോമിങ് എ മെഷ് വർക്ക്. അതൊരു മെഷ് വർക്ക് അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഫോം ചെയ്തിട്ട് അവിടെ ഉണ്ടായിരുന്ന ഡെഡ് RBC ഒക്കെ ഉണ്ടല്ലോ, ഒരു മുറിവ് ഉണ്ടായാൽ അവിടുത്തെ RBC ഒക്കെ ഡെഡ് ആവും. ആ ഡെഡ് RBC, അവിടുത്തെ WBC, പ്ലേറ്റ്ലെറ്റ്സിനെ ഒക്കെ കൂടെ കൂട്ടിയിട്ട് ഒരു നെറ്റ്വർക്ക് അല്ലെങ്കിൽ മെഷ് വർക്ക് ഫോം ചെയ്യും. അതിനെയാണ് നമ്മൾ ഒരു ക്ലോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഈസ് ദ സ്റ്റെപ്സ് ബൈ വിച്ച് എ ക്ലോട്ട് ഇസ് ഫോംഡ്. ഒരു ബ്ലഡ് ക്ലോട്ട് എങ്ങനെയാണ് ഫോം ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഡിസ്ക്രിപ്ഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. വി ഡോണ്ട് നീഡ് ടു മൈൻഡ് ദാറ്റ് ഡിസ്ക്രിപ്ഷൻ. ഈ ഒരു ഫ്ലോ ചാർട്ട് ഓർമ്മ ഉണ്ടായാൽ മാത്രം മതി. നമ്മൾ ഓവറാക്കി എഴുതി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല എക്സാമിന്. വാട്ട് വി നീഡ് ഇസ് പോയിന്റ്സ്. ഓക്കെ, പോയിന്റ്സ് മാത്രം മതി. എന്തൊക്കെയാ പോയിന്റ്സ് പറഞ്ഞാൽ പ്ലാസ്മയിൽ 13 ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്. അലോങ് വിത്ത് പ്ലേറ്റ്ലെറ്റ്സ് ഇസ് ഹെൽപ്പിംഗ് ഇൻ ബ്ലഡ് ക്ലോട്ടിംഗ്. ആൻഡ് ഈ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഒക്കെ ഇനാക്റ്റീവ് സ്റ്റേറ്റിലായിരിക്കും നമ്മുടെ പ്ലാസ്മയിൽ കിടക്കുന്നുണ്ടാവുക. ദർ ഇസ് എൻ എൻസൈം കോംപ്ലക്സ് കോൾഡ് thrombokinase which acts on an inactive clotting factor, that is prothrombin. അതിനെ ആക്റ്റീവ് ആയിട്ടുള്ള ത്രോംബിൻ ആക്കി മാറ്റും. ഇവിടെ ഏത് അയോൺസിന്റെ ഹെൽപ്പ് വേണം? കാൽഷ്യം അയോൺസിന്റെ ഹെൽപ്പ് വേണം. സോ ഈ ത്രോംബിൻ ഫൈബ്രിനോജൻ എന്ന് പറയുന്ന വേറൊരു ഇനാക്റ്റീവ് ക്ലോട്ടിംഗ് ഫാക്ടറിൽ ആക്ട് ചെയ്ത് അതിനെ ആക്റ്റീവ് ഫൈബ്രിൻ ആക്കി മാറ്റും. ആൻഡ് ഫൈനലി അവിടുത്തെ ഡെഡ് RBC, WBC, പ്ലേറ്റ്ലെറ്റ്സിനെ ഒക്കെ കൂട്ടി ഒരു മെഷ് വർക്ക് അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഫോം ചെയ്യും. അതിനെയാണ് നമ്മൾ ക്ലോട്ട് എന്ന് പറയാം. ഇത്രയും കാര്യങ്ങൾ എഴുതിയാൽ മതി ബ്ലഡ് ക്ലോട്ടിംഗ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ. Okay, is that clear? That is all about this topic. So ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് all about was blood groups. പിന്നെ നമ്മൾ ബ്ലഡ് ഗ്രൂപ്പ്സിലെ ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് സിസ്റ്റം പറഞ്ഞു, RH ബ്ലഡ് ഗ്രൂപ്പിംഗ് പറഞ്ഞു, RH ബ്ലഡ് ഗ്രൂപ്പിംഗ് പറഞ്ഞു. ആൻഡ് ഫൈനലി വി ഹാഡ് ഡിസ്കസ്ഡ് അബൌട്ട് ബ്ലഡ് കോയഗുലേഷൻ അഥവാ ബ്ലഡ് ക്ലോട്ടിംഗ്.
ഈ പോയിന്റ്സ് എല്ലാം മൈൻഡിൽ വെച്ച് ഈ ഭാഗത്തു നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾ ഓൾറെഡി പ്രിപ്പയർഡ് ആയി എന്ന് വിചാരിക്കുന്നു. സോ ഈ പാർട്ടിൽ നിന്ന് എന്ത് വന്നാലും നിങ്ങൾ എഴുതിയിരിക്കണം. ദാറ്റ് ഇസ് ഐ തിങ്ക് ഈ ഒരു കാര്യം ക്ലിയർ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ക്ലാസ് കേട്ടിട്ട് തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ആൻഡ് ഓൾസോ ട്രൈ ടു പ്രിപ്പയർ നോട്ട്സ് ഓഫ് യുവർ സെൽഫ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിൻ്റെ സമയത്ത് പെട്ടെന്ന് മറിച്ച് നോക്കാൻ പറ്റും. ആൻഡ് we will be meeting with another wonderful topic of this chapter. കാരണം നമുക്ക് ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ടില്ല, നമ്മൾ ഈ ചാപ്റ്ററിൽ 3 ഫോക്കസ് ഏരിയ ടോപ്പിക്സ് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ, ഇനി വരാൻ പോകുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺ, ഞാൻ എന്തായാലും വരും വിത്ത് ദ നെക്സ്റ്റ് ടോപ്പിക്. സോ വെയിറ്റ് ഫോർ ദാറ്റ്. ബൈ.